ഇന്ന് ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാൻ പോകുന്നത് മാതള നാരങ്ങ കൊണ്ടുള്ള ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു മാതള നാരങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. മാതള നാരങ്ങ, അനാർ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതാണിത്. അപ്പോൾ നമുക്കിതിൻ്റെ തൊലി, ഇതിൻ്റെ ഉള്ളിൽ നിന്നും ഇതിൻ്റെ അല്ലിയെല്ലാം നമുക്കൊന്ന് അടർത്തിയെടുക്കാം. മാതള നാരങ്ങയുടെ കുരുവെല്ലാം അല്ലിയെല്ലാം നമ്മൾ ഇതുപോലെ അടർത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ജ്യൂസ് അടിക്കാം. ഈ ജ്യൂസ് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഈ നാരങ്ങയിലേക്ക് ഇതുപോലെ ഒരു കുറച്ച് പുതിനയുടെ ഇല എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു നാരങ്ങയുടെ പകുതി നീരെടുക്കുന്നുണ്ട്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുന്നുണ്ട്. മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. ഈ മാതള നാരങ്ങയുടെ അല്ലിക്ക് അത്യാവശ്യം മധുരമുണ്ട്. അപ്പോൾ ഒത്തിരി മധുരം ഇഷ്ടമില്ലാത്തവർ പഞ്ചസാര കുറഞ്ഞ അളവിൽ ഇട്ടാൽ മതി. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമുക്ക് ജാറിലേക്ക് മാതള നാരങ്ങയുടെ അല്ലി ഇട്ട് കൊടുക്കാം. പഞ്ചസാര, ഇഞ്ചി, പുതിന ഇല, അരമുറി നാരങ്ങയുടെ നീര്. അതൊരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് അരഞ്ഞ് കിട്ടണമെങ്കിൽ ഒത്തിരി വെള്ളം എടുത്തിട്ട് അരച്ചാൽ അരയില, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. ഇനി ഇത് നമുക്ക് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് ഈ കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ തണുത്ത വെള്ളത്തിലാണ് ഇത് ആക്കിയെടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ ഇട്ടാൽ മതി. ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇതിലിപ്പോൾ ഞാൻ പുതിനയുടെ ഇലയും ചെറുനാരങ്ങ നീരൊക്കെ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് അത് ചേർക്കണമെന്നില്ല, അത് നമുക്ക് ഒഴിവാക്കാം. എന്നിട്ട് മാതള നാരങ്ങയുടെ അല്ലിയും പഞ്ചസാരയും മാത്രം ഇട്ടിട്ട് അടിച്ചെടുത്താലും മതി. ഈ രീതിയിൽ ഞാൻ ചെയ്തതുപോലെ ചെയ്യുകയാണെങ്കിൽ വയറിന് ഒത്തിരി നല്ലതാണ്. മാതള നാരങ്ങ നമ്മുടെ വയറിന് ഒത്തിരി ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ പുതിനയും നമുക്ക് ഒത്തിരി ഗുണം ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ പുതിനയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ ആ ഇല ഒഴിവാക്കാം. അതുപോലെ ചെറുനാരങ്ങ നീരിൻ്റെ ആ പുളിപ്പ് ഇഷ്ടമില്ലാത്തവർക്കും അത് ഒഴിവാക്കാം. ഈ രീതിയിൽ നിങ്ങൾക്ക് ഇത് ചെയ്തത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ വേണം. നമ്മൾ പുറത്തൊക്കെ പോയിട്ട്, നല്ല ചൂട് കാലത്ത് പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒത്തിരി എനർജി തരും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം. ഇനിയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഇനി മറ്റൊരു നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.